ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി അങ്കമാലി മാങ്ങാക്കറി ആയിട്ടാണ് എൻ്റെ വരവ്. നമ്മുടെ മലയാറ്റൂരുള്ള നമ്മുടെ ബീച്ചേട്ടനാണ് ഇതിൻ്റെ മെയിൻ ഷെഫ്. കണ്ടോ, വലിയൊരു ഉരുളി കയറ്റി വെച്ചിരിക്കുകയാണ്, ഗ്യാസ് അടുപ്പിൽ കയറ്റി വെച്ചിരിക്കുന്നത്. ഇതൊരു കുറച്ച് മാസമായിട്ട് ഉണ്ടാക്കുന്നതാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വലിയൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റി അധികമുണ്ട്. അതുകൊണ്ട് ഇത് ഐറ്റംസ് ഇത്ര വേണം എന്ന് പറയുന്നില്ല. കാരണം ഇതുപോലെ ആർക്കും വീട്ടുകളിൽ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആദ്യം തന്നെ പച്ചമുളക് ഇട്ടു, പച്ചമുളക് അരിഞ്ഞത്, പിന്നെ ഇഞ്ചി, വേപ്പില ഇട്ട ശേഷം കുറച്ച് ഉപ്പിട്ടു. അതൊക്കെ ബീച്ചേട്ടന് എത്രയാണെന്നുള്ള അറിയുള്ളൂ. ക്വാണ്ടിറ്റിക്ക് പ്രസക്തി ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചോദിച്ചില്ല. പിന്നെ നല്ല കോക്കനട്ട് ഓയിൽ, നല്ല അടിപൊളി വെളിച്ചെണ്ണ, നല്ല പ്യുവറാണ്, നല്ലൊരു കമ്പനിയുടെയാണ് മേടിച്ചിരുന്നത്. ഓക്കെ, വെളിച്ചെണ്ണ അതിനകത്തേക്ക് ഒഴിച്ചു. കുറച്ച് മഞ്ഞൾപ്പൊടി, അല്ല ഏകദേശം ഒരു 200 ഗ്രാമെങ്കിലും മഞ്ഞൾപ്പൊടി ഉണ്ടാവും. ഇത് 750 പേർക്കുള്ള ഒരു സദ്യക്കുള്ള അങ്കമാലി മാങ്ങാക്കറിയാണ്. ബീച്ചേട്ടൻ്റെ ആ ഒരു തിരുമ്മൽ കണ്ട, തിരുമ്മലിലാണ് കാര്യം. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യും, അടിപൊളിയായിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 5 കിലോ സവാള ഉണ്ടാവും. ഈ 5 കിലോ സവാള അങ്ങിട്ടിട്ട് വീണ്ടും പിടിക്കുകയാണ് നമ്മുടെ ബീച്ചേട്ടൻ. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ആ വെളിച്ചെണ്ണ എല്ലാം കൂടി ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടാണ്, ഇതിൽ തന്നെ ഒരു കോണ്ടാക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ആ സവാള, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതിട്ടിട്ട് ഒരു പെരിക്കലാണ്. പിന്നെ അടുത്തൊരു ഐറ്റം വരുന്നു, ഇതൊരു ടേസ്റ്റ് മേക്കറാണ്. ഇത് വിനാഗിരി, ഒറിജിനൽ വിനാഗിരി, നല്ല കള്ളിയിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. തെങ്ങിൻ കള്ളിയിൽ നിന്ന് ഉണ്ടാക്കുന്ന വിനാഗിരി, ഇത് സ്പെഷ്യലായിട്ട് വരുത്തിയതാണ്. എന്നിട്ട് ആ വിനാഗിരി ഇട്ടിട്ട് വീണ്ടും ബീച്ചേട്ടൻ പിടിക്കുകയാണ്. അത് തിരുമ്മലിലാണ്. തിരുമ്മൽ അടിപൊളി തിരുമ്മലല്ലേ നോക്കി. ആ തിരുമ്മി എല്ലാം കൂടെ അങ്ങോട്ട് അതിൻ്റെ യോജിപ്പിച്ചെടുക്കും. ബീച്ചേട്ടൻ്റെ കൈക്കാണ്, വേറെ ഒരു സാധനം ബീച്ചേട്ടൻ ഉപയോഗിക്കില്ല. അത് കഴിഞ്ഞാൽ മല്ലിപ്പൊടി, ഒരു ഇത്രയും ഇതിന് വേണ്ടിയിട്ടുള്ള മല്ലിപ്പൊടി എത്രയാണെന്ന് ബീച്ചേട്ടന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഈ ക്വാണ്ടിറ്റിക്ക് ഒട്ടും അതിനകത്ത് പ്രസക്തി നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ഓക്കെ, മല്ലിപ്പൊടി ഇട്ടു, പിന്നെ മുളക് പൊടി ഇട്ടു. മുളക് പൊടി സാധാരണ കൊല്ലമുളക് പൊടി തന്നെയാണ് ഇട്ടത്, കാശ്മീരി അല്ല. വീണ്ടും അതിനകത്തേക്ക് കുറച്ചും കൂടെ ബീച്ചേട്ടന് തോന്നി തികയില്ലെന്ന് തോന്നി വിനാഗിരി കുറച്ചും കൂടെ അങ്ങോട്ട് ഒഴിച്ചു. വീണ്ടും പോരാന്ന് തോന്നി കുറച്ചും കൂടെ ഒഴിക്കാൻ പറഞ്ഞു. അത് ബീച്ചേട്ടൻ്റെ ഒരു കണക്കാണ്, ഇത്ര വേണം എന്നാൽ ബീച്ചേട്ടന് ഒഴിക്കുമ്പോൾ അറിയാതെ. ഓക്കെ, എന്നിട്ട് അതും കൂടെ അങ്ങോട്ട് 2 കൈ കൊണ്ട് അങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ച് ഒഴിക്കുകയാണ്. അപ്പോൾ ബീച്ചേട്ടന് തോന്നുന്നു, അയ്യോ ഇത് പോരല്ലോ, ഈ കുറച്ചുകൂടെ മല്ലിപ്പൊടി വേണമല്ലോ, മല്ലിപ്പൊടിയുടെ ആ ഒരു ഇത് പോരാ, വേണ്ട അത്രയും കൂടി ഇട്ടോളാൻ പറയുകയാണ്. അപ്പോൾ ആവശ്യത്തിന് ആ പാക്കറ്റ് ഉള്ളിൽ കാണിച്ചു കൊടുത്തു, ഇത്രയും കൂടി ഇട്ടേക്കാൻ പറഞ്ഞു. അപ്പോൾ സഹായി അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അങ്ങോട്ട്, കൂട്ടി യോജിപ്പിച്ച് അങ്ങോട്ട് എടുക്കുകയാണ്. അങ്കമാലി മാങ്ങാക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാവിൽ നിന്ന് വെള്ളം ഊറും. അങ്കമാലി മാങ്ങാക്കറി മതി നന്നായിട്ടൊന്ന് ഊണ് കഴിക്കണമെങ്കിൽ, വേറെ സൈഡ് ഡിഷൊന്നും വേണ്ട ആവശ്യമില്ല. ഞാനൊക്കെ അങ്കമാലി മാങ്ങാക്കറി എവിടെയെങ്കിലും നിന്ന് കേട്ട് കഴിഞ്ഞാൽ ഓടിച്ചെല്ലും. ഇത്രയും കൂട്ടി മിക്സ് ചെയ്ത ശേഷം ബീച്ചേട്ടൻ എന്താ പറഞ്ഞതറിയാമോ, ആ കയ്യിൽ ഇതൊക്കെ പറ്റി പിടിച്ചിരിക്കുകയാണല്ലോ, ആ കൈ കൂടെ അങ്ങോട്ട് തേങ്ങാപ്പാൽ ഒഴിക്കാൻ പറഞ്ഞു. ഈ തേങ്ങാപ്പാൽ 2ാം പാലാണ് ഒഴിക്കുന്നത്, അതായത് സെക്കൻഡ് പാല്. തലപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ട്. അത് അടിപൊളി ഇവിടെ ടേസ്റ്റ് മേക്കറാണ്, സെറ്റ് സാധനമാണത്. കുറുകിയിരിക്കും. ഇതിപ്പോൾ ഒഴിച്ചിട്ടുള്ളത് 2ാം പാലാണ്. 2ാം പാൽ ഒഴിച്ച് തിരുമ്മി റെഡിയാക്കി വെച്ചിട്ടുള്ള ആ മിക്സ് ബീച്ചേട്ടൻ വലിയൊരു ചട്ടുക എടുത്തിട്ട് ആഞ്ഞ് പിടിക്കണം. തോണി തുഴയണ പോലെ അങ്ങോട്ട് തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബീച്ചേട്ടൻ. വേണ്ടാ, തോണി തുഴയണ പോലെ ഇങ്ങനെ തുഴഞ്ഞ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ നല്ല ഫ്ലെയിമിലാണ് നമ്മുടെ തീ കൊടുത്തിരിക്കുന്നത്, ഗ്യാസ് അടുപ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ തേങ്ങാപ്പാലിനൊരു പ്രശ്നമുണ്ട്, പെട്ടെന്ന് പിരിഞ്ഞു പോകും. ഇളക്കിക്കൊണ്ടിരിക്കണം, ഇടപെടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കേട്ടോ,
അപ്പോൾ ആദ്യം മിക്സ് ചെയ്ത ശേഷം വീണ്ടും ബാക്കിയുള്ള രണ്ടാം പാല് അത് കുറച്ച് വെള്ളം പോലെ ഇരിക്കും. പക്ഷേ നമ്മുടെ ഈ മാങ്ങാക്കറിയുടെ മൊത്തം ആ ഒരു ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള സാധനമാണല്ലോ, അതുകൊണ്ട് മൊത്തം പാലങ്ങോട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് വീണ്ടും അങ്ങോട്ട് തുഴയാൻ തുടങ്ങി. ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ പിരിഞ്ഞു പോകുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതാണ് അതിൻ്റെ പരിപാടി. കാരണം നല്ല ഫ്ലെയിമാണ് അടിക്കണത്. നമ്മൾ അത് നന്നായിട്ട് ഇളക്കി കൊടുത്തില്ലെങ്കിൽ പണി കിട്ടും. അല്ലേ, രണ്ട് ഭാഗത്തുനിന്ന് രണ്ട് ഫ്ലെയിമാണ് വെച്ചിരിക്കുന്നത്. കാരണം വലിയ ഉരുളിയാണല്ലോ, വലിയൊരു ചരക്കാണത്. ഈ വലിയ ചെമ്പ് ചരക്കെന്നൊക്കെ പറയുന്ന നമ്മുടെ തൃശ്ശൂർ സൈഡിലൊക്കെ ചെമ്പ് ചരക്കെന്നാണ് അതിനെ പറയുക. അപ്പോൾ വലിയൊരു ഉരുളി, വാർപ്പെന്ന് ചില സ്ഥലങ്ങളിൽ പറയും. പിന്നെ കണ്ട അത് സഹായി ഇട്ട് കൊടുക്കുന്ന സാധനം എന്താണെന്ന് മനസ്സിലായ? അതായത് ഏരി മീനിൻ്റെ നല്ല കഷ്ണങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത്. ആർക്കെങ്കിലും അറിയുമോ അങ്കമാലി മാങ്ങക്കറിയിൽ ടേസ്റ്റ് മേക്കറായിട്ട് മീനിട്ട് കൊടുക്കുന്നു? ഇത് മാങ്ങ എടുത്ത് വെച്ചിരിക്കുക. 25 കിലോ മാങ്ങ മേടിച്ചു എന്നാണ് ബീച്ചേട്ടൻ എന്നോട് പറഞ്ഞത്. 25 കിലോ മാങ്ങയിൽ അതിൻ്റെ മാങ്ങാണ്ടിയും തൊലിയും ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും പോയി കഴിയുമ്പോൾ ഏകദേശം ഒരു 15 കിലോ അതിന് മാങ്ങ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ 750 പേർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തിയാക്കിയെടുത്ത കഷ്ണമാക്കിയെടുത്ത മാങ്ങ വെറും 15 കിലോ മതി. അതിനകത്തേക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇട്ട് സെറ്റാക്കി വെച്ചേക്കാണ്. ഈ ഗ്രേവി റെഡിയായി കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഇടും. മാങ്ങിയിട്ട് കഴിഞ്ഞു. ഇപ്പോൾ മാങ്ങിയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. മാങ്ങിയിട്ട് ഇളക്കി അടുത്ത പാലൊഴിക്കുകയാണ്. കണ്ടോ, അടുത്ത പാല്, ബാക്കിയുള്ള പാല്, രണ്ടാം പാല് തന്നെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. തലപ്പാലെന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ ഒഴിക്കില്ല. അതെല്ലാം ഇത് തിളച്ച് റെഡിയായിട്ട് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഒഴിക്കുകയുള്ളൂ. ഇളക്കുന്ന ആരാന്ന് മനസ്സിലായ? ഞാൻ ഏറ്റെടുത്തു. എനിക്ക് ഇളക്കാനൊന്നും വലിയ ഐഡിയ ഇല്ല. പക്ഷെ ബീച്ചേട്ടുണ്ടല്ലോ എന്നോട് പറഞ്ഞു ഇളക്കിക്കോ, ധൈര്യമായിട്ട് ഇളക്കിക്കോ, ഒരു പ്രശ്നമില്ല. ഇവിടെയായിട്ട് ഇളക്കിയതാ തള വന്നുണ്ട്. തിളച്ച് കഴിഞ്ഞ് റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തലപ്പാൽ അതിനകത്തേക്ക് ഒഴിച്ചു. തലപ്പാൽ ഒഴിച്ച് റെഡിയായി. ഇനിയിപ്പോൾ എന്നുള്ളത് മുളകും മറ്റേ കടുക് പൊട്ടിച്ച് മുളക് മൂപ്പിച്ചിടുക എന്നുള്ള ജോലിയാണ് അടുത്തത്. അതിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ചെരുവത്തിൽ ഇത് വെച്ചു. ഉരുളിയിൽ വെളിച്ചെണ്ണ, പിന്നെ കടുക് പൊട്ടിച്ച് കഴിഞ്ഞ് അതിനകത്തേക്ക് ഇഞ്ചി പച്ചമുളക് സാധനങ്ങളെല്ലാം ഇട്ടു. കൊല്ലമുളക് ഇട്ടു. അതിനകത്ത് ചെറുതായിട്ട് നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടായിരുന്നു. അത് നല്ലതായിട്ട് പൊട്ടി റെഡിയായി ഒരു ബ്ലാക്ക് ഒരു കളറ് മുളകിന് വന്നു കഴിഞ്ഞപ്പോൾ അങ്കമാലി മാങ്ങക്കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു. ഇപ്പോൾ ഒരു ഡിസൈൻ കണ്ടോ, ആ ഒരു ടെക്സ്ചർ കണ്ടോ, ആ ഷെയ്ഡിങ് വരണോ, ഇതാണ് അതിൻ്റെ ഭംഗി. എന്നാലോചിച്ച് നോക്കി. അയ്യോ എന്നാ അടിപൊളി ആ മാങ്ങാക്കറി ആയിരുന്നു അറിയാമോ. ഇതാണ് അങ്കമാലി മാങ്ങാക്കറി എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ഏകദേശം നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കുറേശ്ശെ വെച്ചിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം വീട്ടിൽ. കണ്ടോ, റെഡിയായി, സൂപ്പർ. ഓക്കെ.